റമദാൻ മാസമൊക്കെ അല്ലേ? റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില ആളുകൾ, പേരെടുത്ത് പറയുന്നില്ല, അത് കാണുമ്പോൾ തന്നെ അറിയാം, ഒന്ന് യുക്തിവാദികൾ, മറ്റൊന്ന് നിരീശ്വരവാദികൾ, അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ ഇസ്ലാം വിരോധം വെച്ച് പുലർത്തുന്ന ചില മുസ്ലിമീങ്ങൾ, മുസ്ലിങ്ങൾ പറയാം, എക്സുകൾ, ഓക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര സംശയമല്ല, അവർ ഈ നോമ്പിനെ കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ നോമ്പെന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്, ബയോളജിക്കലി തെറ്റാണ്, ഈ നോമ്പെടുത്തോണ്ട് പ്രയോജനമില്ല, അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വെറി പിടിച്ച് ചില ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് നോമ്പിനെ കുറിച്ച് പഠിക്കാതെയൊക്കെ നമുക്കറിയാം. പക്ഷേ വിഷയത്തിലേക്ക് വരാം. അവർക്കും അതുപോലെ തന്നെ നോമ്പെടുക്കാൻ ആഗ്രഹമുള്ളവർക്കും തരുന്നൊരു ഇൻഫർമേഷനാണ്. സാറേ, എന്താണ് നോമ്പിൻ്റെ ആത്മീയ രീതി നമുക്കറിയാം, സയൻറ്റിഫിക് രീതി എന്താണ്? നോമ്പ് പിടിച്ചാലുള്ള ഗുണം എന്താണ്? വല്ല ദോഷവുമുണ്ടോ? നോമ്പ് പിടിച്ചാൽ ദോഷമുണ്ടോ ഇല്ലേ എന്ന വിശദമായ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ വിശാരദനായ ഒരു ഡോക്ടർ ആ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മോടൊപ്പമുണ്ട്. എങ്കിലും പ്രവാചകരുടെ ഒരു വചനം ഞാൻ കോട്ട് ചെയ്യാം. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് മരുഭൂമിയുടെ നടുക്കിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ആ സാഹചര്യമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ശാസ്ത്രീയമായി ഇന്നത്തെ വളർച്ച പോകട്ടെ, ഒട്ടും തന്നെ വളർച്ച എത്തിയിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് ഒരു വേള പറയുകയാണ്, സൂമു തസുഹു, സൂമു നിങ്ങൾ നോമ്പ് പിടിക്കണം, തസുഹു നിങ്ങൾ ആരോഗ്യമുള്ളവരാവണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അന്നുള്ളവർ ഒരു പരിധിവരെ മനസ്സിലാക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ശാസ്ത്രീയമായി ഓരോ ഭക്ഷണത്തിൻ്റെയും ഗുണമിന്നതാണ്, വിശന്നിരുന്നാലുള്ള നേട്ടങ്ങൾ ഇന്നതാണ് എന്നൊക്കെ ആ കാലഘട്ടത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പോലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് സംസാരിക്കാനുള്ളത്, നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വിശ്വാസികളല്ലാത്തവരോടല്ല ഇത് സംസാരിക്കുന്നത്, വിശ്വാസികളോടാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആരോഗ്യപരമായ നേട്ടങ്ങൾ നോക്കേണ്ടതില്ല. ഞാനതിൻ്റെ വിഷയങ്ങളിലേക്ക് കടക്കാത്തത് ഡോക്ടർ ഉള്ളതുകൊണ്ടാണ്. ആരോഗ്യപരമായ നേട്ടങ്ങളും കോട്ടങ്ങളും നോക്കേണ്ടതില്ല. കാരണം ഒരു ദൈവമുണ്ട്, ആ ദൈവം ഏകനാണെന്ന് ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയും. ആ ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട്. നേരിട്ട് ആ ദൈവം മനുഷ്യരോട് സംസാരിക്കാറില്ല, സംസാരിക്കുന്നതിന് വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ദൂതനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതും ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. ആ ദൂതനിലേക്ക് അള്ളാഹു, ഏകനായ ദൈവം, ഒരു വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് എന്നും ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. ഇത്തരത്തിൽ അടിസ്ഥാനപരമായി ദൈവമുണ്ടെന്നും ദൈവദൂതനുണ്ടെന്നും ദൈവം അയച്ച ഗ്രന്ഥമുണ്ട് എന്നുമൊക്കെ സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ആ ദൈവദൂതൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അതിന് തഅബ്ബുദിയ്യ എന്നാണ് പറയുക. പറഞ്ഞു കേൾക്കുന്നു. അതിൽ ആരോഗ്യപരമായി നേട്ടമുണ്ടോ കോട്ടമുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം വിശ്വാസിക്കില്ല. എങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് വളരെ അർത്ഥപൂർണമാണ്. വെറുതെ തങ്ങൾ ഒന്നും സംസാരിക്കാറില്ല. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ദൈവത്തിങ്കൽ നിന്നുള്ള വാക്കുകളല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതൊന്നും പറയുന്ന ആളല്ല ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പേര് മുഹമ്മദ് മുസമ്മിൽ ബാപ്പവി, ഡോക്ടർ ഷിബു ഭാസ്കരൻ, അക്ഷയ ഹോസ്പിറ്റൽ കൊല്ലം. ഓക്കെ, അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ സയൻറ്റിഫിക്കായി, അത് ഇതേപോലെ പണ്ഡിതന്മാർ പറയുമ്പോൾ ചില ആൾ വിവരക്കേടെന്ന് പറയും അല്ലേ, അവർ ഇസ്ലാമിൻ്റെ അടിമകളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളുകൾ ആക്ഷേപിക്കാറുണ്ട്. എങ്കിലിതാ ഷിബു ഭാസ്കർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ നിങ്ങളോട് സംസാരിക്കും നോമ്പിനെ കുറിച്ച്. എന്താണ് നോമ്പിൻ്റെ അനുഭവം? നോമ്പിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. നോമ്പെടുക്കുന്ന ആളാണ്? അതായത് കംപ്ലീറ്റ് നോമ്പല്ല, 10 ദിവസം അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എനിക്കതൊരു കാര്യം, ഞാനുള്ള ഉപവാസം എന്ന് പറഞ്ഞത്, ഞാൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ബേസിക്കലി തിരുവനന്തപുരം ആയുർവേദ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഇതാണ്, ചികിത്സയാണ് ആയുർവേദത്തെ സംബന്ധിച്ച്. ഇപ്പോൾ പനി വരുന്നത് ഒരു അനുഗ്രഹമാണെന്ന് ആചാര്യം പറയുന്നത്. പനി വരിക എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. അത് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറത്ത് കളയാനാണ് കിട്ടുന്നൊരു അവസരമാണ്. അപ്പോൾ നമ്മളെ ടോക്സിൻസ് ഓരോ കോശങ്ങളിലും കോടാനുകോടി കോശങ്ങളുണ്ട് ശരീരത്തിൽ, എല്ലാത്തിനും ജീവനുണ്ട്. അതെല്ലാം ഓരോ ജീവികളെ പോലെയാണ്.
അതിനെല്ലാം ഓരോ ന്യൂക്ലിയസും ഉണ്ട്, തലച്ചോറുണ്ട്. ഓരോ കോശം സെല്ലുകൾ അത് സ്വയം പ്രവർത്തിക്കുകയാണ്, ഓട്ടോണോമസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതിന് നമുക്ക് ഒരു ബ്രെയിനുണ്ട്. ഈ ബ്രെയിൻ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഒരുപാട് വർക്ക് നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്താ പറ്റുന്നത്, ഈ ബ്രെയിൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഈ ഓരോ കോശങ്ങളുമായിട്ടുള്ള കോർഡിനേഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഇവിടെ നമ്മൾ ഇതിനെല്ലാം ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു അവസരമാണ് നൊയമ്പ് കാലം എന്ന് പറയുന്നത്. അവിടെ ശരീരത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കാനായിട്ട് സാധിക്കും. ഓരോ കോശങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ദുഷ്ടുകളൊക്കെ നമുക്ക് പുറന്തള്ളി ശരീരത്തിൽ ആദ്യം നമുക്ക് ശരീരത്തിലുള്ള എന്താ പറയുക ശുദ്ധീകരണ പ്രക്രിയ നടക്കും. അതെ 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 തീർച്ചയായിട്ടും ഡോക്ടർ പറയുന്ന വളരെ കൃത്യമായ കാര്യങ്ങളാണ്. ശരീരത്തെ ശുദ്ധീകരിക്കാതെ, അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിൻ്റെ നേട്ടങ്ങൾ സംസാരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, വിശപ്പ് കൊണ്ട് പ്രവാചക പത്നി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട്, പ്രവാചകരുടെ പത്നിമാരിൽ ഒരാളാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നീ സ്വർഗത്തിൻ്റെ വാതിലിൽ മുട്ടുക. അപ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രവാചകരെ ഞാൻ മുട്ടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശപ്പ് കൊണ്ട്. വിശപ്പ് മനുഷ്യനിലുള്ള അധമ വികാരങ്ങളെ താഴ്ത്തുകയും ഉറക്കുകയും ചെയ്യും. ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾക്കുപരിയായി ആത്മീയമായിട്ടുള്ള കുറേ നേട്ടങ്ങൾ, സാംസ്കാരികമായ കുറേ നേട്ടങ്ങൾ, കുറേ മൂല്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു മിടുക്ക്, ഒരു ശേഷി, ഒരു ക്ഷമത മനുഷ്യന് ഈ നോമ്പ് തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളെല്ലാം അതിനെ സൂചിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ നാവിനെ സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ ത്വആമഹു വശറാബഹു. ഇത് അറബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. ഞാനിത് മലയാളത്തിൽ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് ഞാനിത് മലയാളത്തിൽ പറഞ്ഞു തരാം. തങ്ങൾ ഈ വാക്കിൽ കൂടി സൂചിപ്പിക്കുന്നത് മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി, കള്ളവർത്തമാനം, മോശത്തരങ്ങൾ, ചീത്ത വിളികൾ, അനാവശ്യങ്ങൾ പറയുന്നതിനെ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ ത്വആമഹു വശറാബഹു, വിശപ്പും ദാഹവും ഒക്കെ അവൻ സഹിച്ചിരിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു നേട്ടവുമില്ല എന്നാണ്. അഥവാ ഒരു മനുഷ്യനെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നത് പോലെ മാനസികമായും ആത്മീയമായും അവനിലേക്ക് പ്രകാശം നിറയ്ക്കാൻ ആരോഗ്യപരമായ നേട്ടങ്ങൾ നോമ്പ് തരുന്നത് പോലെ, ഡോക്ടർ പറഞ്ഞതുപോലെ ആരോഗ്യപരമായ നേട്ടങ്ങൾ നോമ്പ് തരുന്നത് പോലെ തന്നെ ആത്മീയമായ കുറേ പ്രകാശങ്ങളും നേട്ടങ്ങളും മനുഷ്യനിൽ സന്നിവേശിപ്പിക്കാൻ, അത് മുസ്ലിം അല്ല, ഒരു അമുസ്ലിമായ ആളാണെങ്കിലും, പ്രിയപ്പെട്ട ഡോക്ടർ ആണെങ്കിൽ പോലും ആത്മീയമാകുന്ന ഒരു ഉന്മേഷം, ആത്മീയമാകുന്ന ഒരു പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കാൻ ഈ നോമ്പിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് ഞങ്ങളുടെ ഇതിനകത്ത് ഇപ്പം ഇത് പറഞ്ഞ പോലെ തന്നെ വേദത്തിൽ ആയുർവേദം എന്ന് പറയുന്നത് വേദമാണ്. അവിടെ നമ്മൾ ഇവിടെ അറബ് പറയുന്ന പോലെ അവിടെ സംസ്കൃതമാണ്. സുഖാർത്ഥായ സർവഭൂതാനന്മത സുഖം ചെത വിനാഥാർമ്മ തസ്മാ. എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് ഹാപ്പിനെസ്സിനാണ്, സന്തോഷത്തിനാണ്. പക്ഷെ ആ സന്തോഷം എപ്പോൾ നഷ്ടപ്പെടുന്നു? ധർമ്മം നഷ്ടപ്പെടുമ്പോൾ. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് പൈസ കൊടുക്കുന്നതോ അതല്ല, നമ്മളെ മനസ്സിന് തന്നെ, നമുക്ക് തന്നെ അറിയാം മനോധർമ്മം, നമ്മുടെ മനസ്സാക്ഷി ഇത് അറിയാം എന്താണ് ധർമ്മം, എന്താ അധർമ്മം. അങ്ങനെ വരുമ്പോൾ അടുത്തത് പറയുന്നത് പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. പണ്ടേ അല്ലെങ്കിൽ ഈ ജന്മത്തുമൊക്കെ നമ്മൾ ചെയ്യുന്ന സഞ്ചിതങ്ങളെന്നാണ് പറയുന്നത്. ഇടത്തെ തോളിലൊരു സഞ്ചിയും വലത്തെ തോളിൽ പുണ്യങ്ങൾ എടുത്തിടാനും എന്ന് പറയുന്നത് സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയും. അപ്പോൾ പുണ്യവും പാവവും ഉണ്ട്, പിന്നെ പുണ്യവും പാവവും അല്ലാത്ത കർമ്മങ്ങളും ഉണ്ട്. ഇപ്പോൾ പുണ്യവും പാവവും അല്ലാത്ത കർമ്മം എന്ന് പറയുമ്പോൾ ഒരാൾ നടക്കാൻ പോകുന്നു, അതിനകത്ത് എന്തെങ്കിലും പുണ്യമുണ്ടോ ചോദിച്ചാൽ പുണ്യം പറയാനില്ല, എന്തെങ്കിലും പാവമുണ്ടോ പാവവും ഇല്ല, എന്നാൽ അദ്ദേഹത്തിന് ഗുണം കിട്ടുന്നില്ലേ? പുണ്യവും ഇല്ല പാവവും ഇല്ല എന്ന് ഗുണവും കിട്ടുന്നു. അപ്പോൾ എന്നിട്ട് പറയുന്ന പോലെ പിന്നെ അടുത്ത് പറയുന്നത് 10 പാപകർമ്മങ്ങളാണ്. ഹിംസ, സ്ഥേയ, അന്യത, കാമം, പൈശൂനം, പരിഷ, അനൃതം, സമ്പിന്ന ലാഭം, അവിദ്യാം വ്യാപദാം, ദിഗ്വിവര്യം, ദശവിധ പാപകർമ്മേതി കായവാക് മനസ്സൈ സ്ഥജതി. കായം എന്ന് പറഞ്ഞാൽ ശരീരം, ജനറൽ മെഡിസിൻ, കായ ചികിത്സ എന്ന് പറയും. ശരീരം കൊണ്ട് ചെയ്യുന്ന 3 പാപം: ഹിംസ, അടിക്കുക, കൊലപാതകം, ഹിംസ, സ്ഥേയം, മോഷണം, അത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഹിംസ, അന്യതാകാമം, വ്യഭിചാരം എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പാവങ്ങളുണ്ട്. അടുത്തത് വാക്കുകൊണ്ട് പൈശൂന, ഏഷണി, മറ്റൊരാളുടെ പ്രസൻസിലല്ലാതെ അയാളെക്കുറിച്ച് പറയുന്ന ഏഷണി പറയുന്നു. ഈ പ്രവാചകർ പറഞ്ഞ ആ വാക്കുകളുടെ മറ്റൊരു വശത്തന്നെ വേദം അതാണ് ഏഷണി പറയാ. പൈശൂരം, പരുഷമായ വാക്കുകൾ.
നമ്മളൊരാൾ വന്ന് അയാൾ ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞ് ഇവനാ കുഴപ്പം, ആ കേൾക്കുന്ന ആളിന് ഒരു പ്രശ്നമില്ല. പ്രവാചകര് പ്രത്യേക നോമ്പിന്റെ വിഷയത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും നിന്നെ ചീത്ത വിളിച്ചാൽ അവനോട് നീ പറയേണ്ടത് ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പ് തന്നെയാണ്, നീ പോ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു പോ. അല്ല, ഇത് രണ്ടും ഒന്നാന്നുള്ളതാണ് അല്ലേ? അത് പരിശോധന വാക്കുകൾ കള്ളം പറയാം. അടുത്തത് സമ്പിന്നലാവും, പിച്ചും പേയും പറയും. എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം ഇന്ന കാര്യങ്ങളും ദേഷ്യമെന്ന് പറയാതെ മുറിഞ്ഞ വാക്കുകൾ വ്യക്തമാവുന്നില്ല അയാൾക്ക് പിറുപിറുക്കുക. അതെ, ഇങ്ങനെ അടുക്കളയിലൊക്കെ ഇപ്പൊ കാണിച്ചു അത് പറയുന്നത്, അതും പരിശോധന സമ്പിന്നലാവും, പിച്ചും പേയും പറയാം. ഇതും ആ 4 കാര്യങ്ങളും വാക്കുകൊണ്ട് ചെയ്യുന്ന വാക്ക് കൊണ്ട് ചെയ്യുന്ന 4 കാര്യങ്ങളും ഏതാണ്? പാപമാണ്. അപ്പോൾ അടുത്തത് ഇനി മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ്. അഭിദ്യം, വ്യാപകം, ദിഗ്വിപര്യം, 3 കാര്യങ്ങൾ. അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള ഈ ഒരാളുടെ ഉയർച്ചയെ പോലും നമുക്കൊരു അസഹിഷ്ണുത ഉണ്ടെങ്കിൽ അതും പാവം. അതെ, തീർച്ചയായിട്ടും. അത് പ്രവാചകരുടെ ഇത് വീണ്ടും പ്രവാചകരുടെ വചനത്തിലേക്ക് വരികയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ പ്രത്യേകം മടിവരയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് അസൂയ വെക്കുക, മറ്റൊരാളുടെ നന്മകൾ നശിച്ചു പോകണം എന്ന് വിചാരിക്കുക. അങ്ങനെ ഉള്ള വിചാരം, മറ്റൊരാളുടെ നന്മകൾ നശിച്ചു പോകണം, അയാളുടെ ആ രക്ഷപ്പെടൽ ഇല്ലാതെ ആവണം, അയാൾ ഒരു കാരണവശാലും ഉയരാൻ പാടില്ല എന്നുള്ള ചിന്ത നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ നശിപ്പിച്ച് കളയും. ഏതുപോലെ, അതിന് ഉദാഹരണവും പ്രവാചകർ പറയുന്നുണ്ട്. തീ വിറകിനെ തിന്നു തീർക്കുന്നത് എപ്രകാരമാണോ അതുപോലെ അസൂയ നീ ചെയ്ത സൽക്കർമ്മങ്ങളെ തിന്നു തീർക്കും, നശിപ്പിച്ച് കളയും. പ്രവാചകരുടെ വചനങ്ങൾ, ആ നേരത്തെ ഡോക്ടർ പറഞ്ഞ ആ വാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചു. ആ വികാരം അധമവികാരങ്ങൾ, മനുഷ്യനിലുള്ള അധമവികാരങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യനെ പരിശീലിപ്പിക്കുകയാണ് നോമ്പ്. ഡോക്ടർ അതിൽ പ്രത്യേകം ശുദ്ധീകരിക്കുക. ഡോക്ടർ അതിൽ പ്രത്യേകം കോട്ട് ചെയ്തു വ്യഭിചാരം പോലെയുള്ളത്. ഈ വ്യഭിചാരം പോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിൽ സമൂഹത്തിൽ മോശമായി മനസ്സിലാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മുടെ മനസ്സ് മോശമാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന അത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകൾ എന്തെല്ലാം ഉണ്ടോ, ഇതെല്ലാം ഉണർന്നു വരുന്നത് വയറ് നിറയുമ്പോഴാണ്. മനുഷ്യനുള്ള അധമ വികാരങ്ങൾ ഒരു പരിധി വരെ ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കുകയും ഉണർന്നു വരികയും ചെയ്യുന്നത് വയറ് നിറയുമ്പോഴാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ പ്രയോഗമുണ്ട്, എന്താ അതിൻ്റെ വയറ് നിറഞ്ഞതിൻ്റെ, അത് ചേർത്ത് വായിക്കാൻ നമുക്ക് പറയാൻ കൊള്ളില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ മോശമായ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി, അതിനെ അടക്കി നിർത്താൻ വേണ്ടി പരിശീലിപ്പിക്കുക കൂടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന കൃത്യമായ നോമ്പ്. കൃത്യമായ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ദൈവത്തിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ഉപാസന. തീർച്ചയായും. അപ്പോൾ അതിന് ശാസ്ത്രീയമായത് പറയാമോ? അതെ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം അതെ നീണ്ടു നിൽക്കുന്ന ഇപ്പം രാവിലെ മുതൽ സൂര്യോദയം മുതൽ അസ്തമയം വരെയാണ് നോയമ്പ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സൂര്യോദയത്തിന് അല്പനേരം മുമ്പ്, സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള അതെൻ്റെ ടെക്നിക്കൽ ടേംസ് എനിക്കറിയില്ല. അപ്പോൾ അത് പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. സൂര്യൻ ആ ഒരു ഉദിക്കുന്നതിന്, അതായത് വാങ്ക് കേൾക്കും, അതാണ് അവിടെ പ്രഭാത വാങ്ക് കേൾക്കുന്നത് വരെയാണ് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നത്. അല്ല, കറക്റ്റാ, സുബഹി വരെ ഒന്നുകൂടെ കറക്റ്റാ. നമുക്ക് ആഹാരം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് രാവിലെ പ്രാതൽ അതാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മാക്സിമം സ്റ്റോർ ചെയ്യുക. ഇതാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അതാണ് കേട്ടോ. ആദ്യം വന്ന് ഇപ്പോൾ ഷുഗർ ആയാലും എന്തിനായാലും ഞാൻ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡുണ്ട്. അതിൽ നമ്മൾ ആദ്യമേ ഈ 3 നമുക്ക് ഗുണങ്ങളുണ്ട്. വാതപിത്ത കഫം എന്ന് പറയും ശരീരത്തിൻ്റെ. അതുപോലെ തന്നെ മനസ്സിൻ്റെ സത്വം, രജസ്, തമസ്. ഇപ്പോൾ ഈ ഇദ്ദേഹം എന്നുള്ള ഇമാം പറഞ്ഞതുപോലെ സത്വഗുണം നമുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് സത്വഗുണം. മറ്റേ തമോ ഗുണമാണ്, ഭോഗി എന്ന് പറയും. ഭോഗത്തിലാണ് ആഹാരം കഴിക്കുക, ഇതെല്ലാം ഭോഗമാണ്. അത് ആകുമ്പോൾ നമ്മൾ തമോ ഗുണമാണ് കൂടുന്നത്, തമസ. അപ്പോൾ അവർക്ക് കൂടുതൽ ഉറക്കവും കൂടുതലായിരിക്കും. എപ്പോഴും രാവും ഇരുട്ടും വേറെ വല്ല കുംഭകർണ സേവ പോലെയാണ്, ഉറക്കമാണ്. അപ്പോൾ ആ തമസാണത്, അവിടെ പ്രവൃത്തിയില്ല. പിന്നെ സത്വം എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റിവിറ്റിയാണ്, ദേഷ്യമില്ല, അങ്ങനെയുള്ള സോട്ടിക് ഫുഡ് എന്നൊക്കെ പറയാം. അപ്പോൾ നോൺ വെജിനൊക്കെ ഒരു താമസ ഫുഡായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം ഇത് നമ്മൾ ഇതിനകത്ത് വേദത്തിൽ താമസ ഫുഡായിട്ടാണ്. സോട്ടിക് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവനുള്ള എന്ന് പറഞ്ഞാൽ പയർ, ഇത് മുളപ്പിച്ച പയർ, ഇതൊക്കെ അതിനകത്ത് പ്രാണൻ കൂടെ ഉണ്ടെന്ന്. ഇപ്പം നോൺ വെജ് ആണെങ്കിൽ പോലും ഫ്രഷായിട്ട് കിട്ടുമ്പോൾ അതിനകത്ത് പ്രാണൻ കൂടെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സോത്തിക് ഫുഡാണ് ഈ എന്ന് പറയുന്നത്. മറ്റേ മുളപ്പിച്ച പയർ, മുളപ്പിച്ച കടല, പിന്നെ നമുക്ക് പച്ചയായിട്ട് തന്നെ കഴിക്കുന്ന ഫ്രൂട്ട്സ്. ഇത് ജീവനുണ്ട് ഇതിന്. ഫ്രൂട്ട്സ് ജീവിക്കുകയില്ലേ, തക്കാളിയൊക്കെ എടുക്കുമ്പോൾ അത് ജീവനുണ്ട് അതിന്. തേൻ എന്ന് പറയുന്നത് അത് ജീവനുണ്ട്, ജീവിക്കുകയാണ്. അപ്പോൾ അത് ലൈവ് ആയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ഫുഡ്, അതിനെയാണ് നമ്മൾ സോത്തിക് ഫുഡ് എന്ന് പറയുന്നത്. ആ സോത്തിക് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പൊതുവെ നമ്മുടെ സ്വഭാവവും നല്ലതായി. രാജസം എന്ന് പറയുമ്പോൾ ദേഷ്യം, പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു ഉന്മേഷം, ഇതെല്ലാം രാജസമാണ്. ഈ രജസ് ഇല്ലെങ്കിൽ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ തോന്നത്തില്ല. ഫുൾ സത്വമാണെങ്കിൽ ജപിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല. അപ്പോൾ സത്വ രജസ് തമസിൻ്റെ ഒരു ബാലൻസ് രണ്ടും വേണം. ഇതിൻ്റെ ബാലൻസ് നമുക്ക് വേണം. ബാലൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രോഗം വന്നു അത് സുഖപ്പെടാനായിട്ട് അദ്ദേഹത്തിന് സത്വഗുണം നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകണം, ബാലൻസ് ചെയ്യണം, സാത്വിക്. അപ്പോൾ അങ്ങനെ സത്വബലം കൂടിയ ഒരാളിന് വളരെ പ്രയാസപ്പെട്ട് ചികിത്സിച്ചാൽ പ്രയാസമുള്ള രോഗങ്ങൾ പോലും സുഖസാധ്യമാവും എന്ന് ആചാര്യം പറയുന്നു. സുഖസാധ്യം, കൃത്യസാധ്യം, അസാധ്യം, ഇങ്ങനെ മൂന്നടുത്തിരിക്കുന്നതിൽ ഈ കൃത്യസാധ്യം എന്ന ശസ്ത്രം കൊണ്ട് ചെയ്യേണ്ടത് അതുപോലും സുഖസാധ്യമായി പോകും സത്വം. അപ്പോൾ ഞങ്ങൾ ആദ്യം സ്വാത്വിക് ആയിട്ടുള്ള ഇതിന് സത്വബലം കൂട്ടാനായിട്ടുള്ള സത്വ ചികിത്സ കൊടുക്കും. ഒരു കൗൺസിലിംഗ് പോലെയാണ്. ഇരുത്തി 1 മണിക്കൂർ ഒരുപാട് സംസാരിക്കും. അവിടെ നമ്മൾ പറയും ഇന്ന നമ്മളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ദുഃഖം, രോഗം എന്ന് പറയുമ്പോൾ അസുഖമാണല്ലോ, സുഖത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ആ ദുഃഖം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കർമ്മദോഷമാണ്. ആ കർമ്മം നിങ്ങളിൽ തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആവശ്യക്കാരന് താങ്കൾ തന്നെയാണ്. അപ്പോൾ താങ്കൾ ആവശ്യക്കാരനാണ്, താങ്കളത് ചോദിച്ച് ഇതിൻ്റെ റിസൾട്ട് വാങ്ങിച്ചോണം. അല്ലാതെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു പട്ടിണിയുടെ പ്രക്രിയ ഉണ്ടല്ലോ, അതിൻ്റെ ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾ ഞാൻ വിവരിക്കുമ്പോൾ ഒരു ഇസ്ലാമിക ചോഹ അതിന് എന്തായാലും വന്നു പോകും. തീർച്ചയായിട്ടും ഒരു പണ്ഡിത വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഡോക്ടർ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. ഫാസ്റ്റിംഗ് എടുക്കുന്ന ആകെപ്പാട് ഇത് 12 മണിക്കൂർ കണ്ടല്ലോ. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഇല്ല, ശരിക്കും അത്രയില്ല. നമ്മൾ ഒരു 7 മണിക്ക് രാത്രി സന്ധ്യയ്ക്ക് 7 മണിക്ക് കഴിച്ചിട്ട് അടുത്ത ദിവസം 7 മണിക്ക് കഴിക്കും. അത്രേ സമയം. ഇത് പകലായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു വലിയ പ്രശ്നം. അല്ല, ഞാൻ പറയുകയാണ്, ഇത് ആകെ 12 മണിക്കൂറിനകത്തുള്ള സമയം. ഇത് രാവിലെ കഴിച്ചോ, രാവിലെ സ്റ്റോക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ. പക്ഷെ ലൈറ്റ് ഫുഡേ കഴിക്കാൻ, ഇല്ലെങ്കിൽ നോമ്പിന്റെ ഗുണം കിട്ടത്തില്ല. അതാ ഞാൻ ശാരീരികമായിട്ടുള്ള ഗുണം മാത്രമല്ല, ആത്മീയമായിട്ടുള്ള ഗുണം. അതെ, നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആത്മീയമായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ്, ഹൃദയത്തിന്റെ സൂക്ഷ്മത. അതായത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും മനസ്സിനെ പിടിച്ചു നിർത്തി ദൈവത്തിന്റെ തീരുമാനം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള മാനസികമായ ഒരു ശേഷി നേടുക. അങ്ങനെ ഒരു ശേഷി നേടാൻ കഴിയണമെങ്കിൽ വയറ് നിറച്ച് ഈ റെയിൽവേ ഗേറ്റ് തുറന്നതുപോലെ കാറും പോവും, ബസ്സും പോവും, സൈക്കിളും പോവും. ആ സിസ്റ്റമാണ് നോമ്പ് മുറിച്ചത് മുതൽ പിറ്റേന്ന് ഇടയത്താഴം കഴിക്കുന്നത് വരെയെങ്കിൽ ആ ഒരു നേട്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഭക്ഷണത്തെ നോമ്പ് തുറക്കുമ്പോഴും ഇടയത്താഴം കഴിക്കുമ്പോഴും ഒരു മീഡിയം പരുവത്തിന് മാത്രം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിൽ കാണാം, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ വയറിനെ 3ആയി തിരിക്കണമെന്നാണ്. ഒരു ഭാഗത്ത് ഭക്ഷണം, ഒരു ഭാഗത്ത് വെള്ളം, ഒരു ഭാഗം കാലിയായി കിടക്കണമെന്ന്. എങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് നോമ്പ് കൊണ്ടുള്ള നേട്ടം എന്തായാലും നേടാൻ കഴിയുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഈ വൈകുന്നേരം ആകുമ്പോഴേക്ക് വിശക്കണം, ഉച്ച കഴിയുമ്പോഴേക്ക് വിശക്കാൻ തുടങ്ങണം. ഇന്നിപ്പോൾ നിലവിൽ നോമ്പിൻ്റെ നേട്ടമൊക്കെ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളതൊരു പ്രശ്നമാണ്. ആത്മീയമായിട്ടുള്ള നേട്ടവും ഭൗതികമായിട്ടുള്ള നേട്ടവും നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നതൊരു ചോദ്യചിഹ്നമാണ്. കാരണം പരമാവധി നമ്മളെല്ലാവരും ഇടയത്താഴം കഴിച്ചുകൊണ്ടും പരമാവധി നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിച്ചുകൊണ്ടുമാണ് നമ്മളൊക്കെ റമദാൻ മാസം കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു നേട്ടം കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ, അല്ലേ? അഗ്നി, നമ്മളെന്താ പറയുന്നത്, അഗ്നി എന്നാണ്. വിശപ്പ് എന്ന് പറയുമ്പോൾ ജഠരാഗ്നി. 5 അഗ്നികളുണ്ട്. ജഠരാഗ്നി, അങ്ങനെ 5 അഗ്നികൾ പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിയാണ് ജഠര അഗ്നി എന്നാണ് അതിന് പറയുന്നത്. അത് താലീസ തോയ തണ്ടുലം എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു അരി അടുപ്പിൽ ഇട്ട് വിറക് വെച്ചു. വിറക് ആദ്യമേ കത്തിക്കുന്നത് ചെറിയ പേപ്പറുകളൊക്കെ ഇട്ടല്ലേ, നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതല്ല, ഒരു പേപ്പർ വെച്ചിട്ട് അതിനകത്ത് കത്തിച്ചു, അല്ലേ? വിറകിൽ ഡയറക്റ്റ് കത്തിക്കാൻ പറ്റില്ല, കത്തത്തില്ല. അപ്പോൾ അതിന് ചെറിയ തീ ആദ്യം കത്തിച്ചു, അതിനെ വലുതാക്കി എടുത്തിട്ട് പിന്നെയാണ് ചെറിയ ചീളുകൾ വെച്ച് കൊടുത്തു. പിന്നെ അഗ്നി കഴിഞ്ഞാൽ എന്തും അത് കത്തിക്കും. അതുപോലെയാണ് നിങ്ങൾ ആഹാരം കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് ഇപ്പോൾ നോമ്പ് പിടിച്ചിരിക്കുമ്പോൾ അഗ്നി ക്ഷയിച്ചിരിക്കുകയാണ്.
അഗ്നി മന്ദീഭവിച്ചിരിക്കുക. നോയമ്പ് പിടിച്ചിരിക്കുമ്പോൾ അവിടെ അഗ്നി ഇല്ല, ചെറിയ തീയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഈന്തപ്പഴവും ഈ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും വിയർക്കും. ആ ഫീലിംഗ് വരുന്നു ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉള്ളോട്ട് ഇത് ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ ശരീരത്തെ ഫീലിംഗ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ നൊയമ്പ് കഞ്ഞി ലൈറ്റായിട്ടുള്ള അത് കുടിക്കുമ്പോൾ ശരിക്കും വിയർക്കും. അപ്പോൾ ഓരോ രോമകൂപങ്ങളിലും നമുക്കത് ഫീൽ ചെയ്തു. അതെ, തീർച്ചയായും നമ്മുടെ ശരീരത്തിനൊരു ജീവൻ വെക്കുന്ന ആ ഉണങ്ങിയിരിക്കുന്ന നരമ്പുകളിൽ കൂടി വെള്ളം ഓടുന്നത്, ആ മധുരം, ആ കാരക്കയുടെ ഈത്തപ്പഴത്തിന്റെ മധുരം എത്തുന്നത് നമ്മൾ അങ്ങ് ആസ്വദിക്കുക. അത് ആ നോമ്പ് മുറിച്ചതിന് ശേഷം പ്രത്യേകം പറയാനൊരു പ്രാർത്ഥന തന്നെ ഉണ്ട്. കാരണം ഈ ശരീരം മുഴുവൻ സന്തോഷിച്ചുകൊണ്ടുള്ള ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ പറയാനൊരു പ്രത്യേക പ്രാർത്ഥനയും പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലക്ക സുംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഅലാ റിസ്ഖിക അഫ്തർതു. നോമ്പ് മുറിച്ചതിന് ശേഷം ഇത് പറയൽ, അല്ലെങ്കിൽ നോമ്പ് മുറിക്കുന്ന വേളയിൽ ഇത് പറയൽ പ്രത്യേകം പ്രതിഫലാർഹവുമാണ് മതത്തിൽ. അല്ലാഹുമ്മ ലക്ക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു, എനിക്ക് മറ്റൊരു ഭൗതികമായ നേട്ടത്തിനും വേണ്ടിയല്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. ഡോക്ടർ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി സംസാരിച്ചെങ്കിൽ പോലും മതപരമായിട്ട് അതിനു മുകളിലൊരു നേട്ടമുണ്ട്. ആ നേട്ടത്തെയാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. അല്ലാഹുമ്മ ലക്ക സുംതു, നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പ് അനുഷ്ഠിച്ചത്. വബിക ആമൻതു, നിന്നെക്കൊണ്ട് ഞാൻ വിശ്വസിച്ചു. വഅലൈക തവക്കൽതു, നിന്നിൽ ഞാൻ വരമേൽപ്പിച്ചു. വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന ഭക്ഷണം ഞാനിതാ കഴിച്ച് നോമ്പ് മുറിച്ച് എൻ്റെ ശരീരത്തിൻ്റെ ആ വിശപ്പ് മാറ്റാനുള്ള പ്രവർത്തനത്തിലേക്ക് ഞാൻ ആരംഭിക്കുകയാണ്, ഞാൻ കടക്കുകയാണ്. വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ചാൽ വേറെ പ്രാർത്ഥനയുണ്ട്. ദഹബൽ ലമഉ, എൻ്റെ ആ ദാഹം മാറി, ദാഹം പോയി. വബുത്തല്ലത്തിൽ ഉറൂക്കു, നാഡി നരമ്പുകളൊക്കെ തണുത്തു. വല്ലാത്തൊരു പ്രയോഗമാണ്. അടിനരമ്പുകളൊക്കെ ഉണങ്ങി ചൂട് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ നോമ്പ് സമയത്ത് ദേഷ്യം ഉണ്ടാവാനുള്ള ഒരു കാരണവും കൂടി അതാണ്. നോമ്പ് സമയത്ത് ദേഷ്യം കൂടുതലാണെന്നൊക്കെ പറയാം. നമ്മുടെ നരമ്പുകളൊക്കെ ചൂട് പിടിച്ചിരിക്കുകയാണല്ലോ. വബുത്തല്ലത്തിൽ ഉറൂക്കു, എൻ്റെ നരമ്പുകൾ നാഡികളൊക്കെ തണുത്തു. അപ്പോൾ സബത്തൽ അജറു ഇൻഷാ അല്ലാഹ്, ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലവും കൂടി എനിക്ക് കിട്ടും. വല്ലാത്തൊരു ഒരു ഒരു അനുഭൂതി നോമ്പ് പിടിക്കുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും ഇടയത്താഴം കഴിക്കുമ്പോഴും ശാരീരികപരമായും മാനസികപരമായും ഓരോ മനുഷ്യരും, വിശ്വാസിയെന്നല്ല അവിശ്വാസികളായ ആളുകളാണെങ്കിൽ പോലും, മുസ്ലിം അല്ലാത്ത ആളാണെങ്കിൽ പോലും, അവിശ്വാസി എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആളാണ് എങ്കിൽ പോലും ശാരീരികമായും മാനസികമായും ഒരു പ്രകാശം, ഒരു നേട്ടം തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. ഡോക്ടറിന് അത് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്ര കോൺഫിഡന്റോട് കൂടി സംസാരിക്കുന്നത്. അതായത് ഡോക്ടറിന്റെ ഒരു നോമ്പ് അനുഭവം വിവരിക്കാവോ? അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞിട്ട് അത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തോട് തന്നെയാണ് ഞാൻ ഒരു ദിവസം പറയുന്നത്, നോമ്പ് പിടിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ പിടിക്കാൻ തീരുമാനിച്ചു. അത് പറഞ്ഞ് ഇന്ന എന്ന രീതിയിലാണ് നമുക്ക് പറഞ്ഞത്. അല്ലാതെ കുറച്ചൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, പണ്ട് IPS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ അത് സാറിൻ്റെയൊക്കെ സ്പീച്ച് കേട്ടിട്ടുണ്ട്. നന്നായിട്ട് അത് വന്ന് വരുന്ന ഇങ്ങനെ പൊട്ടി വരുമെന്നും അതൊക്കെ കേട്ടിട്ട് അതിനകത്തൊരു ഇത് ഉൾക്കൊണ്ടിട്ട് നോയമ്പ് പിടിക്കാം എന്ന് തന്നെ. എൻ്റെ ഫ്രണ്ട്സ് പലരും പിടിക്കുക. ഡോക്ടർ ചന്ദ്രമോഹൻ എന്നൊക്കെ പറഞ്ഞ NS ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടായിട്ടുള്ള അദ്ദേഹമൊക്കെ നോയമ്പ് പിടിക്കുന്ന അനുഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിടിച്ചാൽ കൊള്ളാൻ തോന്നിയിട്ട് അങ്ങനെയാണ് നോയമ്പ് പിടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം പറഞ്ഞു. അതേ രീതിയിൽ പിടിച്ചു. അപ്പോൾ പറഞ്ഞ് ഉമിനീര് ഇറക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ കഫമായിട്ട് എന്തെങ്കിലും വന്നാൽ അത് തുപ്പിക്കളയണം എന്നേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമില്ല. ജലപാനവും പാടില്ല, ആഹാരവും കഴിക്കരുത്. അങ്ങനെ പിന്നെ ഞാനിത് എത്തിയപ്പോഴാണ് മനസ്സിലായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ആയിട്ട് കഴിക്കുന്നു എന്നുള്ള ഫീലിംഗ് നമുക്ക് രാവിലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുന്ന പറഞ്ഞാൽ വിശപ്പ് വരുമ്പോൾ ഒരു പ്രശ്നം വരും. നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാൻ കഴിച്ച് കഴിഞ്ഞു, അതിനുള്ള വെള്ളവും കുടിച്ചു. ഞാൻ ഒരു 1.5 ലിറ്റർ വെള്ളവും രാവിലെ സ്റ്റോക്ക് ചെയ്യാം. സ്റ്റോക്ക് ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോൺ പോലുള്ള പ്രശ്നം വരത്തില്ല. ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനകത്ത് അടിച്ചു പോകും. പഴയ സ്റ്റോണുള്ളവർ പറയൂ എനിക്ക് വെള്ളം കുടിക്കണം, ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം, അതുകൊണ്ട് ഞാൻ നോമ്പ് കുടിക്കുന്നില്ല. അടുത്ത കടക്കാരൻ പറഞ്ഞു. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഈ യൂറിനേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഹറാമില്ല, പ്രശ്നമില്ല, അവിടെ ഇല്ലല്ലോ. നിങ്ങൾ രാവിലെ സ്റ്റോർ ചെയ്തോ, അവിടെ ശരീരത്തിൽ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി യൂറിനേറ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോണിൻ്റെ ഒരു അംശം അവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം അടിച്ചങ്ങ് പോവുക, ഇളകി പോവുക. ഈ ലിവറിലോ ബ്ലാഡർ സ്റ്റോണൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇളകി പോകും. ഇതിനകത്ത് പിത്തരസത്തിലുള്ള ഇതെല്ലാം ക്ലെൻസ് ചെയ്യാനായിട്ടാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ എനിക്ക് മനസ്സിലാക്കിയത് അതിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാനും അങ്ങനെ ചെയ്യുന്ന വഴി എനിക്ക് മനസ്സിലായത് മരുന്നുകൾ കുറയ്ക്കാം. ഇപ്പോൾ ഷുഗറിനൊക്കെ ആണെങ്കിൽ 5 ഗുളിക അടിക്കുന്നത് ഉറപ്പായും എനിക്ക് പറയാം 3 ഗുളികയിലേക്ക് എത്താം. പ്രഷറിന് കഴിക്കുന്നത് 2 ഗുളികയിലേക്ക് എത്താം. പതുക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ
മരുന്നുശാല അല്ലെങ്കിൽ വൈദ്യശാല വളർത്താനല്ലല്ലോ ജീവിക്കുന്നത് എന്ന് പറയുന്നിടയ്ക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിപരമായി ജീവിക്കുക. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കണം, കേൾക്കണം, എന്നിട്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യണം. മനനാത് മനുഷ്യ എന്ന് പറയുന്നത് മനനം ചെയ്യണം. നമുക്ക് തന്നെ അറിയാം, നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് റെസ്റ്റ് വേണ്ടേ. ഇന്ന് ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പ്രശ്നം. ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ളത്, ഹൈപ്പർ ടെൻഷൻ പോലെ, തൈറോയിഡ് പോലുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മൊത്തം ഉണ്ടാകുന്നൊരു കാരണം ഈ സ്റ്റോറേജ് കൂടുതല ഇവിടെ വരുന്നു. എനിക്ക് ഭയങ്കര കുടവേറൊക്കെ ആയിരുന്നു, ഇപ്പോൾ കുറേ വ്യത്യാസമായി. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യണം. ആദ്യം നമ്മൾ കഴിക്കുന്ന ആഹാരം അന്നജമാണ്, അത് ലിവറിൽ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. അധികം വരുന്നത് ഗ്ലൈക്കോജൻ അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്ത് അവസാനം ഇപ്പോൾ ഹാർട്ട് വരെ സ്റ്റോർ ചെയ്യും. ഇവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണ്ടേ. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരിക അധ്വാനം അനുസരിച്ച് വേണമല്ലോ ആഹാരം കഴിക്കാൻ. അപ്പോൾ ശാരീരിക അധ്വാനം ഇല്ല, എന്നിട്ട് ആഹാരം കഴിക്കുന്നതിന് കുറവുമില്ല. അപ്പോൾ പിന്നെ ഈ സ്റ്റോറേജ് കൂടുതൽ. ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരുന്നു, അത് എടുത്തില്ലെങ്കിൽ അത് പൂത്തൊന്നും പോകത്തില്ല. പക്ഷേ ഇവിടെ എന്താ പറ്റുന്നത് പറഞ്ഞാൽ സ്റ്റാഗ്നൻ്റ് ആയിപ്പോൾ ഈ ഫാറ്റ് മൂവ് ചെയ്യത്തില്ല. ഈ ഫാറ്റ് മൂവ് ചെയ്യും നമ്മൾ വയറ്റിൽ പിടിച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും. എൻ്റെ വയറ്റിലൊക്കെ സോഫ്റ്റ് ആക്കി വെച്ചേക്കുന്ന എന്താ പറഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്നുണ്ട്, ഈ ഫാറ്റ് ഒഴുകുന്നുണ്ട്. ഈ എന്ത് സാധനം കെട്ടിക്കിടന്നാലും, വെള്ളം കെട്ടിക്കിടന്നാലും ദുഷിക്കുമല്ലോ. അവിടെ കിടന്ന ഇത് വരുന്ന പോലെ തന്നെയാണ് ഈ ഫാറ്റ് കെട്ടിക്കിടക്കുന്നതാണ് ഇന്ന് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഇന്ന് വരുന്ന പല പ്രശ്നങ്ങളുടെയും കാര്യം. സിൻഡ്രോം എക്സ് എന്ന് പറയും. ഈ ഫാറ്റ് അക്യുമുലേഷനാണ്. അത് പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോകും, പിന്നെ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകും. ഈ ക്യാൻസറിൻ്റെ പോലും ഉത്ഭവം ഇവിടെയാണ്. ഒരു പനി വരുന്നു, ചിലപ്പോൾ അത് ക്യാൻസറിൻ്റെ തുടക്കം കാണിച്ചു തരിക. അവിടെ പോയി ഉടനെ പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ചാൽ പോയി, നമുക്ക് ഫലം കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇതൊക്കെ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ നോമ്പ് പിടിക്കണമെന്നാണോ? നോമ്പ് പിടിക്കുന്നത് ഒരു വർഷത്തിൽ ആകെപ്പാടെ 10-30 ദിവസമല്ലേ ഉള്ളൂ. ഇത്രയും 12 മാസത്തിൽ ബാക്കി 11 മാസം അങ്ങനെ ഇവിടെ തന്നെ നോയമ്പെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ പോലും ഇല്ലല്ലോ. ഇതിൽ എന്താ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞ പ്രവാചകരുടെ വചനങ്ങൾ ഒരുപാട് പേര് ആക്ഷേപിക്കാറുണ്ട്. സൂമു തസുട്ടു, നിങ്ങൾ നോമ്പ് പിടിക്കുക, പട്ടിണി അടക്കം ആരോഗ്യമുള്ളവരാവുക. ഇതെന്താ ഈ പറയുന്നത്? അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള നിരത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി 12 മണിക്കൂർ നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇവന് രാത്രി ഇല്ല, അതാ രസം. രാവിലെ 3 മണിക്കാണ് ഉറങ്ങുന്നത്. അപ്പൊ രാത്രി ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ 8-8:30 ഉറങ്ങുമെന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോകും. കാര്യം പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠെ സ്വസ്ഥ രക്ഷാർത്ഥ ആയുഷ. നിങ്ങൾ ആയുസ് സംരക്ഷിക്കണമെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എണീക്കണം എന്ന് പറയാം. ബ്രഹ്മമുഹൂർത്തം 3-3:30 മണിയാണ്. അതെ, അതാണ് ഞങ്ങൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ഇഷയ്ക്ക് ശേഷം ഉറങ്ങുക. അതായത് ഈ സൂര്യൻ അസ്തമിച്ച സമയത്തൊരു നിസ്കാരമുണ്ട്, മഗ്രിബ് എന്നാണ് ആ നിസ്കാരത്തിന്റെ പേര്. പ്രവാചകരുടെ ഒരു വചനമുണ്ട്. അതിനുശേഷം പിന്നെ ഒരു മണിക്കൂർ കൂട്ടാം. 1 മണിക്കൂറിന് ശേഷം പിന്നെ ഒരു നിസ്കാരമുണ്ട്, അതിന്റെ പേര് ഇഷ എന്നാണ്. ആ ഇഷാ നിസ്കാരത്തിന് മുമ്പ് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കണമെന്നാണ്. അഥവാ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു 8 മണിക്ക് മുമ്പ് സത്യത്തിൽ രാത്രി ഭക്ഷണം കഴിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തിന് ശേഷം നിങ്ങൾ ഉറങ്ങുക. ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. ഇത്ര കൃത്യമായിട്ടാണ് പ്രവാചകരുടെ വചനങ്ങളെന്ന് ഓരോ മനുഷ്യരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ രാത്രി കാലങ്ങളിലുള്ള കഥകളാണ് കൂടുതൽ. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറ, ഈ ജെൻസിയൊക്കെ രാത്രി കാലങ്ങളിലാണ് ഭക്ഷണം കഴിപ്പ് തന്നെ. രാത്രിയിൽ 12, 1, 2 മണിക്കൊക്കെയാണ് നമ്മൾ മന്തി തേടി പോകുന്നത്. ഇങ്ങനെ രാത്രി ഒരുപാട് അധികരിച്ചതിന് ശേഷം, രാത്രി ഒരുപാട് വിട്ട് കടന്നതിന് ശേഷം കഴിക്കുന്നത് വഴിയായി ദഹന പ്രക്രിയയും മോശമാകുന്നു. പെട്ടെന്ന് തന്നെ അവശതയിലേക്ക് എത്തിച്ചേരുകയും പെട്ടെന്ന് രോഗിയായി തീരുകയും ചെയ്യുന്നു. ആ പ്രവാചകരുടെ വചനങ്ങളിലേക്ക് തന്നെയാണ് പ്രിയപ്പെട്ടതാകുന്ന ഡോക്ടർ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. തീർച്ചയായും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവരും നോമ്പ് പിടിക്കുന്നത് ശാസ്ത്രീയമായി നല്ലത് തന്നെയാണ്. ഞാൻ നോമ്പ് പിടിക്കും, നിങ്ങളും പിടിച്ചോളൂ, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. റെഡി? അതായത് എല്ലാവരും നോയമ്പ് പിടിക്കുക എന്നുള്ളത് 100% ഞാൻ പിടിച്ചിട്ടുള്ള ആളാണ്. 100% ശാസ്ത്രീയമാണ്. ഇത് ആര് വന്നാലും, ഏത് വലിയ ഡോക്ടർ വന്നാലും, MBBS അതിൻ്റെ സൂപ്പർ സ്പെഷ്യലിസ്റ്റോ വന്ന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡെഫിനറ്റായിട്ടും ഇത് ശാസ്ത്രീയമാണ് 100%. ഞാൻ നോയമ്പ് പിടിക്കുന്ന ആളാണ്. ഈ നോയമ്പ് ഫുൾ പിടിക്കണമെന്നാണ് ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഈ നോയമ്പ് എനിക്ക് പിടിക്കാൻ സാധിക്കട്ടെ. എല്ലാവരും ആശംസകൾ.
വലിയ സന്തോഷം. എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞു വെച്ചത് മതപരമായ മാനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളാണ്. അതിൻ്റെ ആരോഗ്യപരമായ വശങ്ങളിലേക്ക് പ്രിയപ്പെട്ടതാകുന്ന ഡോക്ടർ നമ്മളെല്ലാം കൊണ്ടുപോയി. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സ് ആരോഗ്യപരമായ നേട്ടങ്ങൾ കാരണം നോമ്പ് പിടിക്കുന്നു എന്നതിലേക്കല്ല പോവേണ്ടത്. അപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ വർത്തമാനങ്ങളിലേക്ക് തന്നെ വീണ്ടും നമ്മൾ മടങ്ങുന്നു. താബുദിയാണ് നോമ്പ്. ഈ തരത്തിലുള്ള ആരോഗ്യപരമായ യാതൊരു നേട്ടങ്ങളും ഇല്ലെങ്കിലും, ഇനി ഒരു ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ നോമ്പ് പിടിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം വെറുതെ നമ്മുടെ ദൈവം പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പറയില്ല എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ്. ഒരുപാട് സന്തോഷം. കണ്ടുമുട്ടിയതിലും ഇത്തരം നല്ല ഒരു എക്സ്പ്ലെയിൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകിയതിലും ഒരുപാട് സന്തോഷം.